നിലമ്പൂരിൽ വർഗീയ ബന്ധം ആരോപിച്ച LDF UDF മുന്നണികൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതുപോലെയാണ് LDFിന്റെ സ്ഥിതിയെന്ന് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ UDF പരിഹസിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇന്നലെയുമില്ല, ഇന്നുമില്ല, ഇനി നാളെയുമില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂരിൽ കൊണ്ടും കൊടുത്തുമാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് 5000 വോട്ടെന്നാണ് LDF UDF കണക്കുകൂട്ടൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ LDFിന്റെ നെറ്റ് ചൊളിഞ്ഞു. പിന്തുണയെ സ്വാഗതം ചെയ്തും LDFിനുള്ള PDP പിന്തുണയെ വിമർശിച്ചും UDF നേതാക്കൾ. അവർക്ക് ആരെയും കൂട്ടാം, അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി, അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് CPM കൽപ്പിക്കുന്നു. CPMനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും. അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും വിലപ്പോവില്ല. നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ഷൻ നടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വോട്ട് നേടും. സ്ഥാനാർത്ഥികൾക്ക് ആരുടെ വോട്ടും വാങ്ങിക്കാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ചോദിക്കേണ്ടത് CPMനോടാണ്. അവർ ജമാഅത്തെ ഇസ്ലാമി നല്ലതാണെന്ന് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുകൂടി. ഇപ്പം ജമാഅത്തെ ഇസ്ലാം കുറ്റപ്പെടുത്തുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ എനിക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം മുഖമെന്നായിരുന്നു LDF വിമർശനം. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് PDP ബന്ധത്തെ ചൊല്ലി CPIMുമായി കൊമ്പുകോർത്ത CPI മുൻനിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം പതിപ്പായിരിക്കെ അതിനെ PDPയുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയായിരിക്കില്ല. നിങ്ങൾ പറയുന്ന കാലത്ത് PDP ഇന്നില്ലല്ലോ. ആ PDP ഇല്ല. അതിന്റെ തീവ്രവാദ ആശയങ്ങളുടെ സ്വഭാവത്തിന്റെ മാറ്റം വന്നിട്ടുണ്ട്. പ്രീണന രാഷ്ട്രീയമാണ് നടക്കുന്നത് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. ഞങ്ങൾ ചെയ്യുന്നത് വികസനം, 11 കൊല്ലം വികസനം ചെയ്ത് കാണിച്ചു കൊടുത്ത വികസനം. ഇവിടെ അഴിമതിയും പ്രീണ രാഷ്ട്രീയവും. ഇതാണ് കോൺട്രാസ്റ്റ്, ഇതാണ് ചോയ്സ്. ജമാഅത്തെ ഇസ്ലാമി UDFനെയും PDPയും അഖില ഭാരതീയ ഹിന്ദു മഹാസഭയും LDFനെയും പിന്തുണയ്ക്കുന്നതാണ് നിലവിൽ നിലമ്പൂരിലെ ചൂടേറിയ ചർച്ചാ വിഷയം. 24 നിലമ്പൂർ.